ഹലോ എവരി വൺ, ദിസ് ഇസ് ആഷ. നമുക്ക് ഈ വീഡിയോയിൽ ട്വിൻ ഫ്ലെയിം നമ്പിങ് എന്താണെന്ന് നോക്കാം. നമ്പിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഫീൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ ഒരു മരവിച്ച പോലുള്ളൊരു ഒരു ഫീലിങ്. നമ്പിങ് ഔട്ട് എന്നുള്ളത് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യാതെ നമുക്കൊരു കാര്യവും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഹീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജേർണിയിൽ എങ്ങനെ പ്രോഗ്രസ് ചെയ്യും, അല്ലേ? അപ്പം നമ്പൗട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പലപ്പോഴും പറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ തന്നെ പേരൻസ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളെ അനുവദിക്കാറില്ല. അതായത് ഇപ്പം ഗസ്റ്റിന് മുമ്പിൽ നമ്മൾ നന്നായിട്ട് പെരുമാറണം ആസ് എ ചൈൽഡിനോ, അല്ലെങ്കിൽ നമ്മളൊരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള ചൈൽഡായിരിക്കണം, അല്ലെങ്കിൽ കരയാൻ പാടില്ല. ബോയ്സിനോട് എപ്പോഴും പറയാറുണ്ടല്ലോ കരയാൻ പാടില്ല. സോ അതുതന്നെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഇമോഷൻസ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയത്, ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ടീനേജ് ആയിട്ടുള്ളൊരു പയ്യനെ കണ്ടപ്പോഴത്തേക്ക് അവൻ ആക്ച്വലി ഒരു ടെഡിബെയറുമായിട്ട് ലൈക്ക് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഐ ജസ്റ്റ് റിയലൈസ്ഡ് യൂഷ്വലി നമ്മൾ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈക്ക് കാറോ അങ്ങനെയുള്ള ടോയ്സ് ആണ് കൊടുക്കാറുള്ളത്, അല്ലേ? ഒരിക്കലും നമ്മൾ സോഫ്റ്റ് ടോയ്സ് കൊടുക്കാറില്ല. സോഫ്റ്റ് ടോയ്സ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ, ഇമോഷൻസ് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മീഡിയമാണ്. സോ നമ്മൾ എങ്ങനെയൊക്കെയാണോ ആസ് എ ചൈൽഡ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വി ആർ സ്റ്റോപ്പിംഗ് ദം ടു ഫീൽ, അത് ഇറ്റ്സ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? പിന്നെ പല കാര്യത്തിലും നമ്മൾ നോക്കാറുണ്ട്, ലൈക്ക് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുള്ളത്. പക്ഷെ ഒരിക്കലും ദേഷ്യത്തിൽ കൂടെ അല്ലെങ്കിൽ ആങ്കറിൽ കൂടെ നമ്മൾ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യല്ല, പക്ഷെ നമ്മളത് നമ്പൗട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്പൗട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആങ്കർ വരുമ്പോഴത്തേക്ക് നമ്മളൊരു വാള് നമ്മുടെ മുമ്പിൽ എടുത്തിടുക ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ട് വരരുത്, എൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയരുത്. അപ്പം ഞാനിങ്ങനെ ഒരു ആങ്കർ കാണിക്കുമ്പോഴത്തേക്ക് ഞാനൊരു വേറൊരു പേഴ്സണാലിറ്റിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്പിങ് ഔട്ടിൻ്റെ വേറൊരു രീതിയാണ്. സോ ദേഷ്യം വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്, ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നോക്കുക, എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ, ഞാൻ എന്താണ് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ആ ഒരു ഫീലിങ്സിനെ നോക്കുക. ആ ഫീലിങ്സ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ആ ഫീലിങ്സ് വരുന്നത്, എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളത്, എൻ്റെ റൂട്ട് കോസ് എന്താണ്. അപ്പം നമുക്ക് അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹീൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പെർമനൻ്റ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക ചെയ്യുന്നത്. പിന്നെ വേറൊരു രീതിയിലെന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് എല്ലാവരും ചെയ്യാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ചെറിയൊരു ട്രിഗർ ആയിരിക്കും, അതിനെപ്പറ്റി നമ്മൾ വേറൊരു ഇത് ആലോചിക്കും, പിന്നെ അത് കണക്ട് ചെയ്ത് വേറൊന്നിനകത്തോട്ട് പോവും. അത് കഴിഞ്ഞ് കണക്ട് ചെയ്ത് അതൊരു വലിയൊരു കാര്യമാവും. പക്ഷേ ഇതിന് നമുക്കൊരിക്കലും സൊല്യൂഷൻ കിട്ടാറില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഈഗോ മൈൻഡിൻ്റെ ഒരു കളിയാണ്. അപ്പം എപ്പോഴും ഓവർ തിങ്കിങ് വരുമ്പോഴും നമ്മൾ ഈ സ്റ്റോറി പറയുന്നത് നിർത്തുക. അത് നമ്മുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല. സ്റ്റോറി നമുക്കൊരു ആശ്വാസം ഉണ്ടായെന്നുള്ളത്. പലരും എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു ഫ്രണ്ടിനെ വിളിക്കും, ഫ്രണ്ടിനോട് എല്ലാ കാര്യങ്ങളും പറയും, ഇതൊക്കെയാണ് സംഭവിച്ചത്. ഒരു 5 മിനിറ്റ് ഒരു സമാധാനം ഉണ്ടായെന്ന് തോന്നും, അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ. അത് കഴിഞ്ഞ് അടുത്ത ഫ്രണ്ടിനെ വിളിക്കും. ഇതെല്ലാം വിളിച്ച് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ കരയാൻ തുടങ്ങും. പക്ഷേ ഇതിൽ നമുക്കൊരിക്കലും ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ സ്റ്റോറി പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതിന് പകരം ഒരു സ്ഥലത്തിരിക്കുക, പീസ്ഫുള്ളായിട്ട്, ഓക്കെ ഇതൊക്കെ സംഭവിച്ചു, എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ആ ഫീലിംഗ് എന്താണെന്ന് നോക്കുക, ഹാർട്ടിലോട്ട് ഫോക്കസ് ചെയ്യുക, എന്താണെന്ന് നോക്കുക, എന്നിട്ട് ഹീൽ ചെയ്യുക അതിന് പിന്നിലുള്ള കാര്യങ്ങൾ. വേറൊരു അഡിക്ഷൻ, അല്ലേ? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രിങ്ക്സ് എടുക്കുക, സ്മോക്ക് എടുക്കുക. ഇപ്പോഴത്തെ ഇതിൽ വലിയ സ്റ്റൈലാണ് അത് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താ? ഞാൻ എസ്കേപ്പ് ചെയ്യുകയാണ് ഈ സിറ്റുവേഷനിൽ നിന്ന്, എനിക്കിത് ഫേസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ലൈക്ക് നമ്മൾ ദിവസം മുഴുവൻ വർക്ക് ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ലൈക്ക് സ്ട്രെസ്സാണ്, പ്രഷറാണ്. പക്ഷേ സ്ട്രെസ്സ്, പ്രഷർ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അതിന് പകരം ഒരു സ്മോക്ക് എടുക്കുക, ഓക്കെ ഐ എം ഫീലിംഗ് ഗുഡ് ഹിയർ, കുഴപ്പമൊന്നുമില്ല. രാത്രിയായി ഉറങ്ങി, പിന്നെ രാവിലെ എഴുന്നേറ്റു, പിന്നെ സെയിം ഇത് രാത്രി വന്നു, പിന്നെ സ്മോക്ക് എടുത്തു, ഇതിങ്ങനെ അങ്ങനെ പോകും. പക്ഷെ അതിന് പകരം ആ സ്ട്രെസ്സിൻ്റെയും പ്രഷറിൻ്റെ റീസൺ എന്താണ്, അതിൽ എന്താണ് നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നത്, എന്താണ് ഹീൽ ചെയ്യേണ്ടത്, എന്താണ് അതിൽ മാറ്റം വരുത്തേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് മോർ ഈസി ദാൻ സ്മോക്കിംഗ് ആൻഡ് ഓൾസോ സ്പെൻഡിങ് മണി ഓൺ സ്മോക്കിംഗ് റൈറ്റ്. സോ പക്ഷേ ഇതൊക്കെ നമ്മൾ ഇമോഷൻസ് ഉള്ളിൽ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി ബോഡിക്ക് അതൊരു തെറ്റായ രീതിയിലുള്ള എഫക്റ്റാണ് വരുന്നത്. അതായത് ഡിസീസസും അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എല്ലാം സപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് റിലീസ് ചെയ്യാതെ നമ്മൾ ഈ ഉള്ളിൽ വെക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് അഫക്റ്റിങ് യുവർ ബോഡി റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഐ മീൻ ഇറ്റ്സ് നോട്ട് റിയലി ഗോണ ഹെൽപ്പ് യു. പിന്നുള്ളൊരു ഇതിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓക്കെ എനിക്കൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ഫീലിങ്സ് ഒന്നും തോന്നാറില്ല. പക്ഷെ പറയുന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം അൺഅഫക്റ്റഡ്, എനിക്കിതിലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല നിങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. സോ ഐ എം ലൈക്ക് നോട്ട് ഇമ്പാക്റ്റഡ്. ബട്ട് അത് എഗെയിൻ നിങ്ങൾ എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു ഫേസ് ചെയ്യാതെ എസ്കേപ്പ് ചെയ്യുക. അതുകൊണ്ട് ഈ ജേർണിയിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമുക്ക് തരുന്ന സിറ്റുവേഷൻസ് അത് ആൾക്കാർ വഴിയാണെങ്കിലും എക്സ്പീരിയൻസ് വഴിയാണെങ്കിലും എന്താണെങ്കിലും നമുക്കത് തന്നിരിക്കുന്ന അതിൽ ലെസൺസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കാതെ, ലെസൺസ് ലേൺ ചെയ്യാതെ നമ്മളത് എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും യു കനോട്ട് പ്രോഗ്രസ് റൈറ്റ്. നമുക്ക് ഒരു കാര്യം ഈ ജേർണിയിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം നോക്കിയും അതിൽ ലെസൺസ് ലേൺ ചെയ്തേ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൂള് മിറർ എക്സസൈസ്. മിറർ എക്സസൈസ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്പ് പ്രോസസ്സ്. ഈ മിറർ എക്സസൈസിൽ നമ്മൾ എന്താണ് അപ്സെറ്റ് എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്തേ പറ്റും. ഫീൽ ചെയ്യാതെ അവിടെ നമുക്കൊരിക്കലും അതിൻ്റെ ഉള്ളിലോട്ട് പോയി ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. മിറർ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് ചെയ്യും ഫീൽ ചെയ്യാനായിട്ട്. പിന്നുള്ളത് ജെഫൻ ഷെലയുടെ ടീച്ചിങ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് ഈ ജേർണിയിൽ പ്രോഗ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ജേർണിയിൽ നമ്മൾ യൂണിയനിൽ ചേരേണ്ടതെന്നുള്ളത്. പിന്നുള്ളത് ലൈക്ക് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് എടുക്കാം അസെൻഷൻ കോച്ചസിൻ്റെ. കാര്യം അസെൻഷൻ കോച്ചസ് ട്രെയിൻഡ് ആണ്, അവർക്കറിയാം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഐ മീൻ എല്ലാ അസെൻഷൻ കോച്ചസും ഈ ജേർണിയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഹാർമോണിയസ് യൂണിയനിലാണ്, ബട്ട് സ്റ്റിൽ ദേ ആർ വർക്കിംഗ് ഫോർ ദെയർ പെർഫെക്റ്റ് യൂണിയൻ. സോ ഒരു അസെൻഷൻ കോച്ചിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. സോ ഞാനും ഒരു അസെൻഷൻ കോച്ചാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ്